ചോദ്യം: എല്ലാ നിസ്കാരത്തിലും എല്ലാ സമയത്തും സുജൂദിന്റെ സ്ഥലത്തേക്ക് തന്നെയാണോ നോക്കേണ്ടത്? അങ്ങനെ നോക്കിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുമോ? സുജൂദിൽ ഏതെല്ലാം അവയവങ്ങൾ വെക്കണം? മൂക്ക് പതിഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുമോ? ഉത്തരം: എല്ലാ നിസ്കാരത്തിലും മയ്യത്ത് നിസ്കാരത്തിൽ വരെ എല്ലാ സമയത്തും സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. അത്തഹിയാത്തിൽ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വലങ്കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തി അതിന്മേൽ നോക്കണം. അത്തഹിയാത്ത് കഴിയുന്നതുവരെ അത് തുടരുകയും വേണം. മറ്റു സ്ഥലങ്ങളിലെല്ലാം സുജൂദിന്റെ സ്ഥലത്ത് തന്നെയാണ് നോക്കേണ്ടത്. ഇരുട്ടിൽ നിസ്കരിക്കുന്നവനാണെങ്കിലും അന്ധനാണെങ്കിലും ഇത് സുന്നത്താണ്. ഇങ്ങനെ നോക്കുന്നത് ഒരു പ്രധാന സുന്നത്താണ്, നിർബന്ധമില്ല. അതുകൊണ്ട് അതുപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇടത്തോ വലത്തോ മേൽഭാഗത്തോ നോക്കുന്നത് കറാഹത്താണ്. എവിടെ നിന്നാക്കാതെ കണ്ണ് ചിമ്മുന്നത് കറാഹത്തില്ലെങ്കിലും ഖിലാഫുൽ ഔലയാണ്. സുജൂദിൽ നെറ്റിത്തടം, രണ്ട് കാൽമുട്ട്, രണ്ട് മുൻകൈയിൻ്റെയും ഉള്ളം കൈയിൻ്റെയും വിരലിൻ്റെയും ഉൾഭാഗം, രണ്ട് കാൽവിരലിൻ്റെ അടിഭാഗം ഇവയിൽ നിന്ന് അല്പഭാഗങ്ങൾ നിലത്ത് പതിച്ചു വെക്കൽ നിർബന്ധമാണ്. ഇതിൽ നെറ്റിത്തടം വെക്കുന്നത് മറയില്ലാത്ത നിലക്കായിരിക്കലും നിർബന്ധമാണ്. കാൽമുട്ടല്ലാത്തവ മറയില്ലാതെ വെക്കലും സുന്നത്താണ്. മറയുണ്ടാവുന്നതിന് വിരോധമില്ല. മൂക്ക് നിലത്ത് വെക്കൽ പ്രബലമായ സുന്നത്താണ്. നിർബന്ധമാണെന്നും ഒരു പക്ഷമുണ്ട്. സുന്നത്താണെന്ന് പ്രബലാഭിപ്രായമനുസരിച്ച് മൂക്ക് നിലത്ത് വെച്ചില്ലെങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമില്ല, കറാഹത്തുണ്ട്. ആദ്യം രണ്ട് കാൽമുട്ട്, പിന്നെ രണ്ട് മുൻകൈ, ശേഷം നെറ്റിയും മൂക്കും ഒന്നിച്ച് ഈ ക്രമത്തിൽ വെക്കുന്നത് സുന്നത്തും ഈ ക്രമം തെറ്റിച്ച് വെക്കൽ കറാഹത്തുമാണ്. ചോദ്യം: സോഫയിൽ വെച്ച് നിസ്കരിക്കാമോ? ഉത്തരം: നിസ്കരിക്കാവുന്നതാണ്. ചോദ്യം: നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ നജസ് കണ്ടാൽ എന്തു വേണം? നിസ്കാരം മുറിച്ച് അതെടുത്ത് നീക്കേണ്ടതുണ്ടോ? ഉത്തരം: വേണ്ടതില്ല. നിസ്കരിച്ചു കഴിഞ്ഞ ഉടൻ എടുത്തു നീക്കൽ നിർബന്ധമാണ്. ചോദ്യം: പേപ്പർ വിരിച്ച് നിസ്കരിച്ചാൽ സ്വഹീഹാകുമോ? പേപ്പറിൽ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ? ഉത്തരം: ശ്രദ്ധ തിരിച്ചു കളയുന്ന ഫോട്ടോകൾ ഉള്ളപ്പോൾ നിസ്കാരം കറാഹത്താണ്. ചോദ്യം: നിസ്കരിക്കാൻ കഴിവില്ലാത്തവൻ കൺപോളകൾ കൊണ്ട് ഇഷാറത്താക്കുന്നതിനും നിസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ ഖൽബിൽ നടത്തുന്നതിനും വുളു ആവശ്യമുണ്ടോ? ഉത്തരം: കഴിവില്ലാതിരിക്കുമ്പോൾ കൺപോളകൾ കൊണ്ടോ ഖൽബ് കൊണ്ടോ നടത്തുന്ന നിസ്കാരത്തിനും വുളു ഷർത്താണ്. ചോദ്യം: ഫാത്തിഹ ഓതുന്നതിനിടയിൽ ഇമാമിനോട് കൂടി ആമീൻ ചൊല്ലിയാൽ ഫാത്തിഹയുടെ തുടർച്ച ഇല്ലാതാവുമോ? ഉത്തരം: ഇല്ല. ചോദ്യം: റക്അത്തിൽ ഒരു സൂറ മുഴുവൻ ഓതണമോ? ഉത്തരം: ഒരു സൂറ പരിപൂർണമായി ഓതലാണ് നല്ലത്. അതിലാണ് ഇത്തിബാ ഉള്ളത്. തുടക്കവും ഒടുക്കവും ഒത്തുകൂടുന്നതും അതിലാണ്. ചോദ്യം: മിക്ക പള്ളികളിലും കണ്ടുവരുന്ന ചിത്രമുള്ള പായ, വിരിപ്പ് മുതലായവയെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഉത്തരം: നിസ്കരിക്കുന്നവർക്ക് തശ്വീഷുണ്ടാക്കുമെങ്കിൽ അതൊഴിവാക്കേണ്ടതാണ്.